ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ 9 അംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുളത്തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. മനുഷ്യജീവന് വെല്ലുവിളിയാകും വിധം പുറം പ്രദേശങ്ങളിൽ നിന്നും ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ 9 അംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി. മുൻ ഭരണസമിതികളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി നിലപാടെടുത്തിട്ടുള്ളത്. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി എന്ന തരത്തിൽ പുറത്തുവന്ന ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ മാള ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതൃത്വം സംയുക്തമായി യോഗം ചേർന്നു. മാള സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെട്ടതാണെങ്കിലും കാലങ്ങളായി മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നിയന്ത്രണമില്ലാത്തതും വ്യക്തി താൽപര്യങ്ങൾക്ക് വിധേയമായി പോയതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണമെന്ന യോഗം വിലയിരുത്തി. ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് വിശദമായി പഠിക്കുവാനും വീഴ്ചകൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കുവാനും പാർട്ടി തലത്തിൽ 9 അംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തിയതായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി എന്നിവർ അറിയിച്ചു. സംഭവത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുക്കുമെന്നും DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് മീഡിയ ടൈമിനോട് പറഞ്ഞു. മാള സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല ഭരിക്കുന്നത് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു 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 ഭരണമാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് അവിടെ ഉള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ ഈ ബാങ്കിൻ്റെ ഒരു നിയന്ത്രണത്തിലും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്ന കാര്യത്തിലോ ലോൺ അനുവദിക്കുന്ന കാര്യത്തിലോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ ബാങ്കുമായിട്ടില്ല. ഇതിലേതെങ്കിലും രീതിയിൽ കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ആരെങ്കിലും കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ള ഈ ബാങ്കിൽ നടത്തിയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുടെയൊക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ അവിടെ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി അതിലിടപെടും. പാർട്ടി തക്കതായ നടപടി സ്വീകരിക്കും. മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്ര തീരം മുതൽ മധ്യ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയും കേരള തീരത്തു പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതുമാണ് കനത്ത മഴയ്ക്ക് കാരണം. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് 3 ജില്ലകളിൽ തീവ്രമഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ചയോടെ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുളത്തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. പന്നി വളർത്തലിന്റെയും ആടുവളർത്തലിന്റെയും മറവിലാണ് മനുഷ്യജീവന് വെല്ലുവിളിയാകും വിധം പുറം പ്രദേശങ്ങളിൽ നിന്നും ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അറവു മാലിന്യങ്ങൾ, ആശുപത്രികളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഹോട്ടലുകളിൽ നിന്നും കാറ്ററിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും പഴം, പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നുള്ള വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ട് വന്ന് ഡംപ് ചെയ്യുന്നത്.
മഴയത്ത് ഇവയെല്ലാം നനഞ്ഞ വഴികളിലും പറമ്പുകളിലും പാടശേഖരങ്ങളിലേക്കും ഒലിച്ചിറങ്ങി പരിസരമാകെ ദുർഗന്ധം വമിക്കുകയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുഴുവരിക്കുന്ന അവസ്ഥയാണ്. ഫാമുകളുടെ സമീപത്തുകൂടി ഒഴുകുന്ന അങ്കമാലി മാഞ്ഞാലി തോട്ടിലേക്കാണ് മാലിന്യങ്ങളിൽ നല്ലൊരു പങ്കും ഒഴുകിയെത്തുന്നത്. ഇത് പെരിയാറിലെ മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ആയിരക്കണക്കിന് ആളുകളാണ് അങ്കമാലി മാഞ്ഞാലി തോട്ടിലെ വെള്ളം ഉപയോഗിച്ചു വരുന്നത്. വായുവും ജലവും ഭൂമിയും ഒരുപോലെ മലിനീകരിക്കുന്ന ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമാണ്. ആരോഗ്യവകുപ്പ് അധികൃതർ ഈ ഫാമുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും ഫാമുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിൻ്റെ മറവിൽ ഈ മനുഷ്യനുപയോഗിച്ച ഭക്ഷണ മാലിന്യങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിടുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്ലാസ്റ്റിക്കും മറ്റ് ജൈവമല്ലാത്ത മറ്റ് മാലിന്യങ്ങളുമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് പ്ലാസ്റ്റിക് ഇവിടെ കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടെ കത്തിക്കുന്നത്. മീഡിയ ടൈം, പറവൂർ. മണ്ണമ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുൻപിലും സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. 3000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് 1 മണിക്കൂറിലേറെയാണ് ക്ഷേത്രത്തിൽ തങ്ങിയത്. 4 ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ആയുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് ഭണ്ഡാരങ്ങൾ എടുത്തുകൊണ്ടുപോയി പറമ്പിൽ വെച്ച് താഴ് തകർത്താണ് പണം മോഷ്ടിച്ചത്. വരന്തരപ്പിള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് ശക്തമായ വേലിയേറ്റം. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പുതിയ റോഡ് അർപ്പ പൊട്ടിച്ചു. എറിയാട് പഞ്ചായത്തിലെ ചന്തകടപ്പുറം, മണപ്പാട്ടുചാൽ, ആറാട്ടുവഴി എന്നിവിടങ്ങളിലും എടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ്, കാര എന്നിവിടങ്ങളിലുമാണ് ശക്തമായ തിരയടി അനുഭവപ്പെട്ടത്. കടൽ കയറിയതിനെ തുടർന്ന് കൈത്തോടുകളിലും പെരുന്തോട്ടിലും ജലനിരപ്പ് ഉയർന്നു. മഴ കനത്തതോടെ തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പാത്തോട് കടലിലേക്ക് തുറന്നുവിട്ടു. കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴ്പുള്ളിക്കര കല്ലേൽ വീട്ടിൽ 23 വയസ്സുള്ള ശ്യാമാണ് അറസ്റ്റിലായത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഈ മാസം 14-ന് പീച്ചിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ എടുത്ത് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അശ്ലീലം കലർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് KR ഹരിയുടെ പരാതി പ്രകാരം ചേർപ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് യുവാവിനെ പിടികൂടിയത്. മാള ഓർപ്പുഴ തീരത്ത് പൊക്കാളി പാടശേഖരത്തിലെ മത്സ്യകൃഷിക്കായിട്ടുള്ള അനുമതിയിൽ ദുരൂഹത ഉള്ളതായി ജനകീയ സമരസമിതി മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഓർപ്പുഴ തീരത്ത് പാടശേഖരത്തിലെ മത്സ്യകൃഷിക്കായിട്ടുള്ള പ്രവൃത്തികൾ ഗുരുതരമായ പാരിസ്ഥിതികമായ ആഘാതം ഉണ്ടാക്കുമെന്ന് സമരസമിതി ആശങ്കപ്പെട്ടിരുന്നു. ഹൈക്കോടതി ഇടക്കാല വിധിയിൽ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ഉത്തരവായിട്ടുണ്ട്. പാടശേഖരത്തിലെ പ്രവൃത്തികൾക്കായി ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെട്ട ഫാം നടത്തിപ്പുകാർ നൽകിയ അപേക്ഷയിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും അനുമതിക്കായി ചാലക്കുടി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നൽകിയ റിപ്പോർട്ടിലും വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ടെന്നും നെൽകൃഷിക്കായി പാടശേഖരത്തിൽ ബണ്ട് ബലപ്പെടുത്തുവാൻ മാത്രമേ ചെളിയെടുക്കുവാൻ കഴിയുള്ളൂ എന്ന നിയമം ഉള്ളപ്പോൾ ഇതെല്ലാം മറികടന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അനുവാദം നൽകിയിരിക്കുന്നതെന്നും സോയി കോലഞ്ചേരി, KV രാജീവ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ കേരള ഹൈക്കോടതി നമ്മുടെ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട 2 പേർ നൽകിയ ഒരു പെറ്റീഷനിൽ ഈ പ്രവൃത്തികളെല്ലാം അടിയന്തരമായിട്ട് ഒരു ഇടക്കാല വിധിയിൽ അടിയന്തരമായിട്ട് നിർത്തിവെക്കാനായിട്ട് ഉള്ള ഒരു ഫൈനൽ വിധി വരെ വരുന്നവരെ നിർത്തിവെക്കാനായിട്ട് ഓർഡർ പോകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. പിന്നെ
ഈ സാഹചര്യം വന്നപ്പോഴും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുമതി പത്രങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് നൽകിയ അനുമതി പത്രങ്ങളെല്ലാം പരിശോധിച്ചു. ഈ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടത് ഈ ഫാം ലീസിനെടുത്തിരിക്കുന്ന ഉടമ ഫാം ലീസിനെടുത്തിരിക്കുന്നയാൾ 6/1/2024 നൽകിയ ഈ പ്രവൃത്തികൾ നടത്താനായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ അപേക്ഷയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. മാള ഗ്രാമപഞ്ചായത്ത് നെയ്തക്കുടി പ്രദേശത്ത് 16-ാം വാർഡിൽ ഉൾപ്പെട്ട ഓർപ്പുഴയിൽ കൂട് മത്സ്യകൃഷി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അനുമതി പത്രം അനുവദിച്ചു തരണമെന്നാണ് അപേക്ഷ. NH-66 നിർമ്മാണത്തിന്റെ ഭാഗമായി ജനജീവിതം ദുസ്സഹമാക്കുന്ന ശിവാലയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കുമെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചന്തപുര ബൈപ്പാസിൽ നടന്ന പരിപാടി CPIM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ് അധ്യക്ഷനായി. PH നിയാസ്, KA ഫസൽ, PB ഹിമ, CS സുബിന്ദ് എന്നിവർ സംസാരിച്ചു. വേനൽക്കാലത്ത് പൊടിശല്യവും മഴക്കാലമായാൽ വെള്ളക്കെട്ടും റോഡ് നിർമ്മാണത്തിനിടയിൽ പൈപ്പ് പൊട്ടുന്നത് മൂലം കുടിവെള്ള പ്രശ്നവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ സൂചനാ സമരം സംഘടിപ്പിച്ചത്. തെക്കൻ താണശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത് സംബന്ധിച്ച് സർവകക്ഷി അവലോകന യോഗം നടത്തി. പുനർനിർമ്മാണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയ കരാറുകാരനെ അയോഗ്യനാക്കിയ ശേഷമുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. എന്നാൽ പുതിയ കരാർ നടപടികൾ പൂർത്തിയാക്കി ഇനി എന്ന് നിർമ്മാണം തുടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. കരാറുകാരൻ നാട്ടുകാരിൽ നിന്ന് പണവും സാധനങ്ങളും കടം വാങ്ങിയതും കൃത്യമായ ഉറപ്പുകളില്ലാതെ ഉദ്യോഗസ്ഥർ ഫണ്ട് അനുവദിച്ചതും ചെയ്ത പണികളിൽ ക്രമക്കേട് കാണിച്ചതും യോഗത്തിൽ പങ്കെടുത്തവർ വിശദീകരിച്ചു. സർവകക്ഷി യോഗത്തിൽ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് 1-2 വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കമ്മിറ്റി തീരുമാനമെടുത്തു. അതുമാതിരി 1-2 പ്രവർത്തനങ്ങൾ നമ്മൾ പദ്ധതി സമർപ്പിച്ചിട്ടും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയെന്നാണ് എനിക്ക് മനസ്സിലാക്കിയുള്ളത്. കാരണം പലവട്ടം നമ്മൾ ഓഫീസുകളിൽ പോയി ഇതിനു വേണ്ടിയിട്ട് ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്തം ഏറ്റെടുത്ത അന്ന് മുതലാണ് നമ്മുടെ പഞ്ചായത്തിലൊരു മാർക്കറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഒരു നല്ലൊരു അറവശാല അടക്കം അറിയുന്ന രീതിയിലുള്ള അറവശാല അടക്കമുള്ള മാർക്കറ്റില്ല. അപ്പൊ അതിനോട് ചേർന്ന സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ക്ലീൻ കെയർ, നമുക്ക് ശുചിത്വ മിഷൻ പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്താൽ. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി ക്ലബിന്റെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഭാഗമായി നടന്ന സൈക്കിൾ റാലി സ്കൂൾ ചെയർമാൻ മൊഹിയുദ്ദീൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സ്കിറ്റും വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പോസ്റ്റർ പ്രദർശനവും നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹെലൻ കെല്ലർ ദിനം ആചരിച്ചു. മാള ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വായന പക്ഷാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നും ആള് ധീരതയോടെ തന്നെ ഓരോ വാക്കുകളും ചലനം കേട്ടുകൊണ്ട് തന്നെ കൈവെള്ളയിൽ എഴുതിക്കൊണ്ടും താങ്ങും തണലായ ആ ടീച്ചർ ആ കുട്ടിയെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ആ ധീരതയോടെ ഒരിക്കലും തളരാതെ നമ്മൾക്ക് നമ്മളുടെ ലോകം തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെയാണ് ആള് വിദ്യാഭ്യാസത്തിലൂടെ കുറെ പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചു, ലോകം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇപ്പൊ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു ധീര വനിതയുടെ നേരിടുന്ന സംഭവങ്ങളെല്ലാം ആൾക്ക് പുസ്തകങ്ങളിലൂടെ പതിക്കാനായിട്ട് സാധിച്ചു. വാർഡ് മെമ്പർ സാബു പോൾ അധ്യക്ഷത വഹിച്ചു. മോഹൻ മച്ചാട്ട്, S സോമസുന്ദരം, പ്രധാന അധ്യാപിക ഷൈബി, ലൈബ്രറിയൻ അനീഷ, PTA പ്രസിഡന്റ് നിതിൻ, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ടാലന്റ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മാള ടർഫിൽ നടന്ന മത്സരം മാള CI സുനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. മാള SI CK സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിയോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. 4 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്.
മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ IMAയുടെ സഹകരണത്തോടെ ബിലീവേഴ്സ് NSH ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി. മാള പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമായി ഈ രക്തം കൊടുത്തത് ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തിലാണ്. അന്നത്തെ വീട്ടിൽ വന്ന് അന്ന് രക്തം നൽകി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര വികാരാധീനായിട്ട് പറഞ്ഞു, നിൻ്റെ ബ്ലഡ് ഇങ്ങനെ കൊടുക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായി നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ കുറേ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടിരുന്നു. അത് ഏതാണ്ട് ഒരു 25 കൊല്ലം മുമ്പാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു രക്തം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ രക്തദാനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെയൊന്നും ആരോഗ്യത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള ഒരു അവബോധം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം അധ്യക്ഷത വഹിച്ചു. ബിലീവേഴ്സ് NCH ഡയറക്ടർ ഫാദർ സാമുവൽ മാത്യു, ജനറൽ മാനേജർ TP പ്രശാന്ത്, നഴ്സിംഗ് സൂപ്രണ്ട് MD റോസ്ലി, സേഫ്റ്റി ഓഫീസർ CO ജോയ് എന്നിവർ പ്രസംഗിച്ചു. ആശുപത്രി ജീവനക്കാരും സുമനസ്സുകളും രക്തദാനം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ 9 അംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുളത്തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. മനുഷ്യജീവന് വെല്ലുവിളിയാകും വിധം പുറം പ്രദേശങ്ങളിൽ നിന്നും ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.